ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പരിശോധനാ ഫലത്തിൽ 29 പേരാണ് പോസിറ്റീവായിട്ടുള്ളത്. നെഗറ്റീവായി ഫലമൊന്നുമില്ല. പോസിറ്റീവായവരെ എടുത്താൽ കൊല്ലം 6, തൃശ്ശൂർ 4, തിരുവനന്തപുരം കണ്ണൂർ 3 വീതം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ് 2 വീതം, എറണാകുളം, പാലക്കാട്, മലപ്പുറം 1 വീതം. ഇതാണ് പോസിറ്റീവായ ജില്ല തിരിച്ചുള്ള കണക്ക്. ഈ 29 പേരിൽ 21 പേർ വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. 7 പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കണ്ണൂരിലൊരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുണ്ട്. അതൊരു ഹെൽത്ത് വർക്കറാണ്. ഇതുവരെ 630 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 130 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 67,789 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ വീടുകളിൽ 67,316 പേർ, 473 പേർ ആശുപത്രികളിൽ. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 127 പേരെയാണ്. ഇതുവരെ 45,905 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 44,651 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 5,154 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 5,082 നെഗറ്റീവായിട്ടുണ്ട്. 29 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. കൊല്ലത്തൊന്നും പാലക്കാട് 5-മായി 6 ഹോട്ട്സ്പോട്ടുകൾ പുതുതായി വന്നു. മെയ് 31 വരെ കേന്ദ്ര ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുമാനദണ്ഡങ്ങളനുസരിച്ച് സംസ്ഥാനത്ത് ചില നിയന്ത്രണങ്ങൾ വരുത്തും. രാജ്യത്ത് പൊതുവായി അനുവദനീയമല്ലാത്ത വിഷയങ്ങൾ എല്ലാവരും ഇതിനകം അറിഞ്ഞു കഴിഞ്ഞതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് ട്രെയിനിങ് കോച്ച് സെൻറ്ററുകൾ ഇവയൊന്നും അനുവദനീയമല്ല. പക്ഷേ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസം ഇവ പരമാവധി പ്രോത്സാഹിപ്പിക്കും. നിബന്ധനകളോടുകൂടി അനുവദിക്കുന്ന കാര്യങ്ങൾ: ജില്ലക്കകത്തുള്ള പൊതുഗതാഗതം, അത് ജലഗതാഗതമടക്കം വരും. അതിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% ആളുകളെ മാത്രമേ അനുവദിക്കാനാവൂ. യാത്രക്കാർ നിന്നുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്, അത് അനുവദിക്കില്ല. അത് ജില്ലക്കുള്ളിലെ വാഹനങ്ങളുടെയും ആളുകളുടെയും സഞ്ചാരം, അതിന് തടസ്സങ്ങളുണ്ടാവില്ല. കണ്ടെയ്ൻമെൻറ്റ് സോൺ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ. അന്തർജില്ലാ യാത്രകൾ പൊതുഗതാഗതമുണ്ടാവില്ല, അല്ലാത്ത യാത്രകളാവാം. അത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ. ആ യാത്രക്ക് പ്രത്യേക
യാത്രാ പാസ് ആവശ്യമില്ല. തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതിയാൽ മതിയാവും. കോവിഡ്-19 നിർവ്യാപനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അവശ്യ സർവീസിലുള്ള സർക്കാർ ജീവനക്കാർ, ഇവർക്ക് യാത്ര ചെയ്യുന്നതിന് ഈ സമയപരിധി ബാധകമല്ല. ഇലക്ട്രീഷ്യന്മാർ, മറ്റ് ടെക്നീഷ്യന്മാർ തങ്ങളുടെ ട്രേഡ് ലൈസൻസ് കോപ്പി കയ്യിൽ കരുതണം. സമീപമല്ലാത്ത ജില്ലകളിലേക്ക് അനുവദനീയമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നോ ജില്ലാ കളക്ടറിൽ നിന്നോ അനുമതി നേടിയിരിക്കണം. അവശ്യ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത് ബാധകമല്ല. ജോലി ആവശ്യങ്ങൾക്കായി സ്ഥിരമായി ദൂരെയുള്ള ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക യാത്രാ പാസ് ജില്ലാ കളക്ടറിൽ നിന്നോ പോലീസ് മേധാവിയിൽ നിന്നോ നേടേണ്ടതാണ്. പക്ഷേ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പ്രവേശനത്തിന് കൂടുതൽ ശക്തമായ നിരീക്ഷണം ഉണ്ടാകും. അനുവദനീയമായ പ്രവൃത്തികൾക്ക് പുറമെ ലോക്ക്ഡൗൺ മൂലം ഒറ്റപ്പെട്ടുപോയ വിദ്യാർത്ഥികൾ, ബന്ധുക്കൾ ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനും അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതിനും ജോലിയിടങ്ങളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വീടുകളിൽ പോകുന്നതിനും അനുമതി നൽകും. മറ്റ് അടിയന്തര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും അന്തർജില്ലാ യാത്ര അനുവദിക്കും. സ്വകാര്യ വാഹനങ്ങൾ, ടാക്സി ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്ക് പുറമെ 2 പേരാണ് യാത്ര ചെയ്യാവുന്നത്. കുടുംബമാണെങ്കിൽ 3 പേര്. ഓട്ടോറിക്ഷകളിൽ ഡ്രൈവർക്ക് പുറമെ ഒരാൾ, കുടുംബമാണെങ്കിൽ 3 പേർ. ഇരുചക്ര വാഹനങ്ങളിൽ സാധാരണ നിലക്ക് ഒരാൾ മാത്രമാണ്. കുടുംബാംഗമാണെങ്കിൽ മാത്രം പിൻസീറ്റ് യാത്ര അനുവദിക്കും. ആരോഗ്യ കാരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്കായി പോകുന്നവർക്ക് ഇളവ് അനുവദിക്കാൻ പോലീസ് പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കും. വിവിധ സോണുകളിലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലേക്കും അതിന് പുറത്തേക്കുമുള്ള യാത്രകൾ അനുവദനീയമല്ല. അടിയന്തര ഘട്ടങ്ങളിൽ ഇത്തരം യാത്ര നടത്തുന്നവർ എത്തിച്ചേരുന്ന സ്ഥലത്ത് 14 ദിവസത്തെ ഹോം ക്വാറൻറ്റൈനോ സ്ഥാപന ക്വാറൻറ്റൈനോ അതിലേർപ്പെടേണ്ടതാണ്. എന്നാൽ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് അനുവദനീയമായ പ്രവൃത്തികൾക്കുള്ള യാത്രകൾ സർക്കാർ ജീവനക്കാർ അത്രയും യാത്ര നടത്തേണ്ടി വരും. സന്നദ്ധ സേവകർ നടത്തേണ്ടി വരും. അവർക്കൊന്നും ഇത് ബാധകമല്ല. അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, തുടർ രോഗബാധയുള്ളവർ, ഗർഭിണികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കൊഴികെ ഇത്തരക്കാരെല്ലാം പരമാവധി വീടുകളിൽ തന്നെ കഴിയണം. എന്തെങ്കിലും വളരെ അടിയന്തരമായിട്ടുള്ള കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. വാണിജ്യ സ്ഥാപനങ്ങളും മറ്റ് വ്യാപാര സ്വകാര്യ സ്ഥാപനങ്ങളും, അതിൽ മാളുകൾ പ്രവർത്തനാനുമതി ഇല്ല എന്ന് കേന്ദ്ര നിർദ്ദേശം തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, മാളുകളല്ലാത്ത. അവിടെ ഒരു ദിവസം
ആകെയുള്ള കടകളുടെ 50% തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ ആ വ്യവസ്ഥയിലാണ് കടകൾ തുറക്കാനുള്ള അനുമതി നൽകുക. ഏത് ദിവസം ഏത് കട തുറക്കണമെന്നത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കൂട്ടായ്മ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചർച്ച ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അനുമതിയോടുകൂടി തീരുമാനിക്കാം. ബാർബർ ഷാപ്പുകൾ എയർ കണ്ടീഷൻ സംവിധാനം ഒഴിവാക്കി ബാർബർ ഷാപ്പുകളും ബ്യൂട്ടി പാർലറുകളും ഹെയർ കട്ടിങ്, ഹെയർ ഡ്രസ്സിങ്, ഷേവിംഗ് ജോലികൾക്ക് മാത്രമായി പ്രവർത്തിക്കാം. ഒരു സമയം 2 പേരിൽ കൂടുതൽ കാത്തു നിൽക്കാൻ പാടില്ല. ഒരേ ടവൽ പലർക്കായി ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് കസ്റ്റമർ തന്നെ ടവൽ കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല, സമയം നിശ്ചയിക്കാമല്ലോ. എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ടാകും. കടയിൽ ഫോണില്ലെങ്കിൽ തന്നെ ആളുടെ കയ്യിൽ ഫോണുണ്ടാവും. ഫോണിൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്ന നില സ്വീകരിക്കണം. റെസ്റ്റോറൻറ്റുകളിലെ ടേക്ക് അവേ കൗണ്ടറുകളിൽ അവിടെ നിന്നുള്ള ഭക്ഷണ സാധനങ്ങളുടെ വിതരണം അത് രാത്രി 9 മണി വരെ നടത്താം. എന്നാൽ രാത്രി 10 മണി വരെ ഓൺലൈൻ ഡോർ ഡെലിവറി അനുവദിക്കും. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് സജ്ജമാകുന്ന മുറക്ക് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പാർസൽ സർവീസിനായി തുറക്കാം. ബാറുകളിൽ മദ്യവിതരണത്തിനും ആഹാര വിതരണത്തിനും ഈ നിബന്ധനകൾ ബാധകമാണ്. ഈ സംവിധാനം നിലവിൽ വരുന്ന ദിവസം മുതൽ ക്ലബ്ബുകളിൽ ഒരു സമയത്ത് 5 ആളുകളിലധികം വരില്ല എന്നുള്ള നിബന്ധനയ്ക്ക് വിധേയമായി സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മെമ്പർമാർക്ക് മദ്യവും ആഹാരവും പാർസലായി വിതരണം ചെയ്യാം. ടെലിഫോൺ വഴിയുള്ള ബുക്കിങ്ങോ അനുയോജ്യമായ മറ്റ് മാർഗങ്ങളോ ക്ലബ്ബുകൾ ഇതിനായി സ്വീകരിക്കണം. ക്ലബ്ബുകളിൽ മെമ്പർമാരല്ലാത്തവരുടെ പ്രവേശനം അനുവദനീയമല്ല. കള്ളുഷാപ്പുകളിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി കള്ളും ആഹാരവും വിതരണം ചെയ്യാവുന്നതാണ്. സർക്കാർ ഓഫീസുകളിൽ എല്ലാ വിഭാഗം ജീവനക്കാരും 50% പേർ ഹാജരാകേണ്ടതാണ്. ശേഷിക്കുന്ന ജീവനക്കാർ വീടുകളിലിരുന്ന് ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. ആവശ്യമെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശാനുസരണം ഓഫീസിലെത്തുകയും വേണം. പൊതുജനങ്ങൾക്കുള്ള സേവനം നൽകാൻ ആവശ്യമായ ജീവനക്കാരെ വിന്യസിക്കേണ്ടതാണ്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ശനിയാഴ്ച ദിവസം സർക്കാർ ഓഫീസുകൾക്ക് അവധി ദിവസമായിരിക്കും. തൊട്ടടുത്തുള്ള ജില്ലകളിലേക്ക് ജീവനക്കാർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. മറ്റ് ജില്ലകളിൽ നിന്നും സ്ഥിരമായി ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ മേലധികാരിയുടെ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഓഫീസുകളിൽ ഹാജരാകാൻ സാധിക്കാത്ത സർക്കാർ ജീവനക്കാർ 2 ദിവസത്തിനകം ജോലി ചെയ്യുന്ന ജില്ലകളിലേക്ക് മടങ്ങണം. ഇപ്രകാരം യാത്ര ചെയ്യാൻ കഴിയാത്തവർ അതത് ജില്ലാ കലക്ടറുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യണം. ജില്ലാ കലക്ടർ COVID-19 നിർവ്യാപന പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ
ജില്ലാ കളക്ട്രേറ്റിലോ അവരുടെ സേവനം ഉപയോഗിക്കേണ്ടതുമാണ്. പരീക്ഷാ നടത്തിപ്പിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാരായാലും എയ്ഡഡായാലും അൺഎയ്ഡഡായാലും എല്ലാം ഉൾപ്പെടെ പ്രവർത്തിക്കാവുന്നതാണ്. ഇതിന് ശനിയാഴ്ച ഒഴിവ് ബാധകമല്ല. കേന്ദ്ര സർക്കാർ ഓഫീസുകൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് അനുസൃതമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അധിക സാമ്പത്തിക ബാധ്യതയില്ലാതെ ആവശ്യമായ ക്രമീകരണങ്ങൾ നടപ്പാക്കാവുന്നതാണ്. വിവാഹ ചടങ്ങുകൾ പരമാവധി 50 ആൾക്കാരെ വെച്ചും അനുബന്ധ ചടങ്ങുകൾ പരമാവധി 10 പേരെ വെച്ചും മാത്രം നടത്തേണ്ടതാണ്. മരണാനന്തര ചടങ്ങുകൾ പരമാവധി 20 ആൾക്കാരെ വെച്ച് മാത്രം നടത്തേണ്ടതാണ്. വർക്കിംഗ് മെൻ വിമൻ ഹോസ്റ്റലുകളുടെ സുഗമമായ പ്രവർത്തനം സ്ഥാപന മേധാവികൾ ഉറപ്പാക്കേണ്ടതാണ്. ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഊർജിതമായി നടത്താനാവണം. കടകളിലും ബാർബർ ഷോപ്പുകളടക്കമുള്ള എല്ലാ അനുവദനീയ സ്ഥാപനങ്ങളിലും സാനിറ്റൈസറിൻ്റെ ഉപയോഗം കൃത്യമായി ഉറപ്പാക്കണം. ഇത്രയും കാലം സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നതാണ്. അപ്പോൾ നാളെ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. നാളെ എല്ലാവരും സ്ഥാപനം തുറന്ന് ശുചിയാക്കുക. അപ്പം അങ്ങനെ ശുചിയാക്കിയ ശേഷം ബുധനാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കാം. അനുവദനീയമായ എല്ലാ പ്രവൃത്തികളും കൃത്യമായ ശാരീരിക അകലം പാലിച്ച് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. 6 അടി അകലം പാലിക്കണം. 1.8 മീറ്റർ. അനുവദനീയമല്ലാത്ത രാത്രി യാത്രകൾ ഒഴിവാക്കുന്നതിനായി CRPC സെക്ഷൻ 144 അനുസരിച്ചുള്ള നിരോധിത ഉത്തരവുകൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമുള്ളിടത്ത് അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. നേരത്തെ യാത്ര തുടങ്ങി 7 മണിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കാത്തവരുടെ രാത്രി യാത്രകൾ ഈ ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല. സ്വർണം, പുസ്തകം തുടങ്ങി ഉപഭോക്താക്കളുടെ സ്പർശനം കൂടുതലായി ഉണ്ടാകുന്ന ഇടങ്ങളിൽ പരമാവധി ശ്രദ്ധ ചെലുത്തേണ്ടതും അതില്ലാതാക്കാനും അണുവിമുക്തമാക്കാനും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. COVID-19 നിർവ്യാപനവുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥലങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഞായറാഴ്ച പൂർണ്ണമായും ലോക്ക്ഡൗൺ പാലിക്കേണ്ടതാണ്. വിശദാംശങ്ങൾ ഉത്തരവിലുണ്ട്. തുടർ പ്രവർത്തനം ആവശ്യമായ നിർമ്മാണ യൂണിറ്റുകളും അവയുടെ സപ്ലൈ ചെയിനുകളും ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതവുമൊക്കെ അനുവദിക്കുകയാണ്. ആരാധനയുടെ ഭാഗമായി കർമ്മങ്ങളും ആചാരങ്ങളും നടത്താൻ ചുമതലപ്പെട്ടവർക്ക് ആരാധനാലയങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദമുണ്ടാകും. പ്രഭാത നടത്തം, സൈക്ലിംഗ് ഇവ അനുവദിക്കാവുന്നതാണ്. ഞായറാഴ്ച യാത്ര അടിയന്തര ഘട്ടങ്ങളിൽ ജില്ലാ അധികാരികളുടെ
പോലീസ് വകുപ്പിൻ്റെ പാസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ജില്ലകളിലും ആവശ്യമെങ്കിൽ ഈ മാർഗനിർദ്ദേശങ്ങൾക്കുപരിയായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താനും ആവശ്യമായ നിയന്ത്രണം കൊണ്ടുവരാനും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏതെങ്കിലും ആളുകൾ ലംഘിക്കുകയാണെങ്കിൽ 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 51 മുതൽ 60 വരെയുള്ള വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 188 വകുപ്പ് പ്രകാരവും ഉചിതമായ മറ്റ് ചട്ടങ്ങൾ പ്രകാരവും നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വരും. നിർവഹണ ചുമതലയുള്ള എല്ലാ വിഭാഗങ്ങളും നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കേണ്ടതാണ്. മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള പ്രത്യേക ട്രെയിൻ ഡൽഹിയിൽ നിന്നും 20-ാം തീയതി ബുധനാഴ്ച പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പഞ്ചാബ്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഒറീസ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഓരോ സംസ്ഥാനത്തു നിന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റേഷനിൽ നിന്നും 1200 യാത്രക്കാർ ആകുന്ന മുറക്കാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കുന്നത്. പുറപ്പെടുന്ന സംസ്ഥാനത്ത് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ആവശ്യമെങ്കിൽ ഒരു സ്റ്റോപ്പ് കൂടി അനുവദിക്കണമെന്ന് റെയിൽവേയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ട്രെയിനിൽ യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് register.norcaroutes.org എന്ന സൈറ്റിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ടിക്കറ്റ് ചാർജ് ഓൺലൈനായി നൽകാം. ഇപ്രകാരം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ട്രെയിൻ യാത്ര തീരുമാനിച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ ഫോൺ സന്ദേശമായി ലഭിക്കും. ഇത് സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള പാസ്സായും കണക്കാക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനയാത്ര വഴിയും കപ്പൽ യാത്ര വഴിയും ഇതുവരെയായി 5815 പേരാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ ജൂൺ 2 വരെ 38 വിമാനങ്ങൾ സംസ്ഥാനത്തേക്ക് വിദേശത്തു നിന്നും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. UAEയിൽ നിന്നും 8 വിമാനങ്ങൾ, ഒമാനിൽ നിന്ന് 6 വിമാനങ്ങൾ, സൗദി അറേബ്യയിൽ നിന്ന് 4, ഖത്തറിൽ നിന്ന് 3, കുവൈറ്റിൽ നിന്ന് 2 ഇങ്ങനെയാണ് വിമാനങ്ങൾ കേരളത്തിലേക്ക് എത്തുക. ബഹ്റൈൻ, ഫിലിപ്പൈൻസ്, മലേഷ്യ, UK, USA, ആസ്ട്രേലിയ, ഫ്രാൻസ്, ഇന്തോനേഷ്യ, അർമേനിയ, താജിക്കിസ്ഥാൻ, ഉക്രൈൻ, അയർലാൻഡ്, ഇറ്റലി, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഓരോ വിമാനങ്ങളും കേരളത്തിലേക്കെത്തും. 6530 യാത്രക്കാർ കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോർക്ക റൂട്ട്സ് പ്രവാസി വിദ്യാർത്ഥി തിരിച്ചറിയൽ കാർഡുകൾക്ക് നൽകി വരുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് മരണം സംഭവിക്കുകയോ പൂർണ്ണമായോ ഭാഗികമായോ സ്ഥിരമായോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുന്നവർക്കാണ് പരിരക്ഷ ലഭിക്കുക. അപകട മരണം സംഭവിച്ചാൽ നൽകി വരുന്ന
ഇൻഷുറൻസ് ആനുകൂല്യം 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷമായും അംഗവൈകല്യം സംഭവിക്കുന്നവർക്കുള്ള ആനുകൂല്യം 1 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായും വർദ്ധിക്കും. ആനുകൂല്യം ഇരട്ടിയാക്കിയെങ്കിലും പ്രവാസി തിരിച്ചറിയൽ കാർഡിൻ്റെ അപേക്ഷാ ഫീസിൽ ഒരു വർധനവുമില്ല. മാസ്ക് ധരിക്കുന്നത് ഉറപ്പാക്കുന്നതിനായി എല്ലാ നഗരങ്ങളിലും പോലീസിൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകും. ഗ്രാമീണ മേഖലയിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അതോടൊപ്പം പോലീസിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി മാസ്ക് സൗജന്യമായി വിതരണം ചെയ്യും. മാസ്ക് ധരിക്കാത്തതിന് ഇന്ന് സംസ്ഥാനത്ത് 1344 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 16 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് മേഖലകൾ ഒഴികെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ല വിട്ട് യാത്ര ചെയ്യുന്നതിന് നിലവിലുള്ള പാസ് സംവിധാനം നിർത്തലാക്കും. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് രാത്രി 7-നും രാവിലെ 7-നുമിടയിൽ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും പോലീസ് പാസ് വാങ്ങണം. ഹോട്ടലിലും മറ്റും നിന്ന് രാത്രി 10 മണി വരെ ഭക്ഷണം പാർസലായി വാങ്ങുന്നതിന് അനുവാദം നൽകിയിട്ടുണ്ട്. കോവിഡ്-19 ബാധയുണ്ടെന്ന് വ്യക്തമായിട്ടും അത് മറച്ചുവെച്ച് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തുകയും അസുഖബാധ അധികൃതരെ അറിയിക്കാതിരിക്കുകയും ചെയ്ത 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ പ്രവർത്തനക്രമത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുള്ളവരുടെ എണ്ണം പകുതിയാക്കി കുറച്ചുകൊണ്ടുള്ള സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. ഇതുമൂലം പോലീസിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. മെയ് 12-നായിരുന്നു പ്രധാനമന്ത്രി 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ 5 ഘട്ടങ്ങളിലായി കേന്ദ്ര ധനമന്ത്രി വിശദീകരിച്ചു. ഈ വർഷം കേന്ദ്ര ബജറ്റിൽ നിന്ന് ഈ പാക്കേജിന് വേണ്ടി വരുന്ന അധിക ചെലവ് 1.5 ലക്ഷം കോടി രൂപയായിരിക്കുമെന്ന് ചില പ്രാമാണിക അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ സൗജന്യ റേഷൻ അടക്കം കൂട്ടിയാൽ പോലും സാധാരണക്കാരുടെ കൈകളിലേക്ക് പണമായി ഖജനാവിൽ നിന്ന് എത്തുന്നത് മൊത്തം പാക്കേജിൻ്റെ 5% വരില്ല. 1 ലക്ഷം കോടിയിൽ താഴെ രൂപ. ഇവിടെ കാണേണ്ടത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഉദാരമായി 1.5 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവ് നൽകിയ സ്ഥാനത്താണ് ഇത് സംഭവിക്കുന്നത്. RBIയുടെ പണനയത്തിൻ്റെ ഭാഗമായി ബാങ്കുകൾക്ക് ലഭ്യമായ തുകയും ഈ ബാങ്കുകൾ കൃഷിക്കാർക്കും ചെറുകിട വ്യവസായികൾക്കും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന തുകയുമാണ് 20 ലക്ഷം കോടിയിലെ സിംഹഭാഗവും. RBI ബാങ്കുകൾക്ക് നൽകിയ പണത്തിൽ
8,50,000 കോടി രൂപ ഈ മാസം ആദ്യം തന്നെ ബാങ്കുകൾ 3.5% താഴ്ന്ന പലിശക്ക് റിസർവ് ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിൽ ബാങ്കുകൾ വായ്പ നൽകാൻ മടിക്കുന്നുവെന്നതാണ് വസ്തുത. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുഭവമുണ്ട്. 6,000 കോടി രൂപ വായ്പ എടുക്കാൻ ശ്രമിച്ചപ്പോൾ 9% ബാങ്കുകൾ ഈടാക്കിയ പലിശ. നമ്മുടെ രാജ്യത്ത് ഇനിമേൽ ഡിഫൻസ്, എയ്റോസ്പേസ്, ബഹിരാകാശം, ധാതുഖനം, റെയിൽവേ, അറ്റോമിക് എനർജി, പ്രതിരോധം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്വകാര്യ സംരംഭകരാകാം. പൊതുമേഖല ചില തന്ത്രപ്രധാന മേഖലകളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ഒരു മേഖലയിൽ 4 പൊതുമേഖലാ കമ്പനികൾ മാത്രമേ അനുവദിക്കൂ എന്നാണ് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് കോവിഡ് പ്രതിരോധവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇവിടെ വേണ്ടത് പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പാക്കേജായിരുന്നു. പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പാക്കേജ് എന്നത് വന്നു കഴിഞ്ഞിട്ടില്ല. ഏതായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുന്ന സമീപനമേ കേരള സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം വളരെയേറെ പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ് MSME മേഖല, സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല. 2018-19 സാമ്പത്തിക വർഷം കേരളം ഉൽപ്പാദന മേഖലയിൽ 11.2% വളർച്ച കൈവരിച്ചു. ഇതിൽ പ്രധാന പങ്ക് MSME മേഖലക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വായ്പാ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കും. കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ MSME മേഖലക്കായി വ്യവസായ ഭദ്രത എന്നൊരു പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര പ്രഖ്യാപനങ്ങളുമായി സംയോജിപ്പിച്ച് നടപ്പാക്കും. നമ്മുടെ പരമ്പരാഗത മേഖലയായ കശുവണ്ടി മേഖല ഉൾപ്പെടെ MSME സ്ഥാപനങ്ങൾ ബാങ്കുകളിലെ വായ്പാ തിരിച്ചടവിന് പ്രതിസന്ധി നേരിടുന്നവയുണ്ട്. ഇവക്ക് കൂടി സഹായകമാകുന്ന സ്ട്രെസ്ഡ് അക്കൗണ്ടുകൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി വിനിയോഗം ചെയ്യും. വികസനത്തിന് പ്രാപ്തിയുള്ള MSMEകൾക്കായി കേന്ദ്ര സർക്കാർ മദർ ഫണ്ട്, ഡോട്ടർ ഫണ്ട് എന്നീ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50,000 കോടി രൂപയുടെ പണലഭ്യത ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് കേരളത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ പദ്ധതി ആവിഷ്കരിക്കും. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി 2020-21 കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള 61,000 കോടി രൂപയിൽ 40,000 കോടി രൂപയുടെ വർധനവ് വരുത്തിയത് കേരളം പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തും. നബാർഡ് വഴി കേരള ബാങ്കിനും കേരള ഗ്രാമീൺ ബാങ്കിനും ലഭ്യമാകുന്ന അധിക റീഫൈനാൻസ് ഫണ്ടായ 2,500 കോടി രൂപ കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം എന്നീ വകുപ്പുകളും
തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും സ്വയം സഹായ സംഘങ്ങളുമായും ചേർന്ന് വിനിയോഗിക്കാൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭക്ഷ്യമേഖലയിലെ മൈക്രോ സ്ഥാപനങ്ങൾക്കുള്ള 10,000 കോടി രൂപയുടെ ധനസഹായ പദ്ധതിയിൽ ബീഹാർ, കാശ്മീർ, തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളമില്ല. നമുക്ക് പ്രത്യേക ഇനങ്ങളിൽ ഭക്ഷ്യമേഖലയിൽ മൈക്രോ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുണ്ട്. കേരളത്തെ ഇതിൽ ഉൾപ്പെടുത്തി കിട്ടാൻ ആവശ്യമായ ശ്രമം സർക്കാർ നടത്തും. അവശ്യ സാധന നിയമത്തിലെ സ്റ്റോക്ക് പരിധി എടുത്തു കളയുന്ന ഭേദഗതി ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമോ എന്ന സംശയം നിലനിൽക്കുകയാണ്. പൂഴ്ത്തിവെപ്പും വിലക്കയറ്റവും തടയാനുള്ള നടപടികളെ ഇത് ദുർബലപ്പെടുത്താനിടയുണ്ട്. തന്ത്രപ്രധാന മേഖലകളിലെ സ്വകാര്യവൽക്കരണം രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയ്ക്ക് പരമപ്രധാനമാണെന്ന വീക്ഷണത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. കോവിഡ്-19 ശേഷം ആരോഗ്യമേഖലയിലടക്കം സർക്കാരിൻ്റെ ഇടപെടലുകൾ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വായ്പാ പരിധി. ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിന്നും 5% മാറ്റിയത് സ്വാഗതാർഹമാണ്. ഈ നിർദ്ദേശം ആദ്യമേ മുന്നോട്ട് വച്ച സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു പരിധി ഉയർത്തലല്ല പ്രഖ്യാപനത്തിലുള്ളത്. 3 നിന്നും 3.5% വരെ ഒരു നിബന്ധനകളുമില്ലാതെയാണ് വായ്പാ പരിധി ഉയർത്തിയിട്ടുള്ളത്. 3.5 മുതൽ 4.5% വരെയുള്ള പരിധി ഉയർത്തൽ 1% നിബന്ധനകൾക്ക് വിധേയമാണ്. പൊതുവിതരണ സമ്പ്രദായം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഊർജം, നഗരത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഇത്തരം മേഖലകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 1% വായ്പാ പരിധി വർധന ലഭ്യമാകുക. ഓരോ മേഖലയിലെ പരിഷ്കരണത്തിനും 0.25% വർധന, 4.5 നിന്നും 5% വരെയുള്ള വർധന മേൽപ്പറഞ്ഞ 4 പരിഷ്കാരങ്ങളിൽ 3 വിജയകരമായി നടപ്പിലാക്കിയാലാണ് ലഭ്യമാവുക. അപ്പോൾ കേരളത്തിൽ 0.5% വായ്പ നിബന്ധനകൾ കൂടാതെ ലഭിക്കും. ഇതുവഴി ഇപ്പോഴത്തെ വായ്പാ പരിധി 27,100 കോടി രൂപ, അതിൽ 4,500 കോടി രൂപയുടെ വർധനയുണ്ടാവും. ബാക്കി നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നിബന്ധനകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മേൽപ്പറഞ്ഞ നിബന്ധനകളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം സുപ്രധാന ചുവടുവെപ്പുകൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. സാധ്യമായ അനുമതികൾ അപേക്ഷ സമർപ്പിച്ച് 7 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നു. സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര വരുമാനം കോവിഡ്-19 ശേഷം വലിയ ഇടിവാണ് നേരിടുന്നത്. അതിനാൽ തന്നെ വായ്പാ പരിധി ഉയർത്തിയാലും പരിമിതമായ പ്രയോജനം മാത്രമേ ലഭിക്കുകയുള്ളൂ. സംസ്ഥാനങ്ങൾ കമ്പോളത്തിൽ നിന്നും വായ്പയെടുത്ത് പലിശ സഹിതം തിരിച്ചടക്കുന്ന തുകക്ക് ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ചും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രം ആഭ്യന്തര വരുമാനത്തിൻ്റെ 5.5% കടമെടുക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനങ്ങൾക്ക് നിബന്ധനകൾക്കനുസൃതമായി മാത്രമേ കഴിയൂ എന്നത്
തുല്യനീതിയല്ല. വിശേഷിച്ചും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കേണ്ടത് സംസ്ഥാനങ്ങളാണെന്ന് കേന്ദ്ര ധനമന്ത്രി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ലോക്ക്ഡൗണിനെ തുടർന്ന് നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് ഏറെ മനപ്രയാസമുണ്ടാക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ മഹാമാരി നിയന്ത്രിക്കാനുള്ള പോരാട്ടത്തിൽ ഇത്തരം ഒത്തുചേരലുകളൊന്നും അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ മതനേതാക്കളും വിശ്വാസ സമൂഹവും വലിയ സഹകരണമാണ് നൽകി വരുന്നത്. ഈ നിലയിലുള്ള ജാഗ്രതയും കരുതലും ഒത്തൊരുമയുമാണ് കോവിഡ്-19 നിയന്ത്രിക്കുന്നതിൽ വിജയം കൈവരിക്കാൻ നമ്മെ സഹായിച്ചത്. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾക്ക് റമദാൻ പുണ്യമാസമാണ്. എന്നാൽ റമദാനിൽ പോലും പള്ളികളിൽ ആരാധന നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ വരികയാണ്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പെരുന്നാളാകാം. പള്ളികളിലും പൊതുസ്ഥലത്തും പ്രത്യേകം സജ്ജമാക്കുന്ന ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വലിയ തോതിൽ വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് നമസ്കാരം. കുടുംബാംഗങ്ങളൊന്നാകെ ഈദ് നമസ്കാരത്തിന് പോകുന്നതാണ് പതിവ്. രോഗഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തു വേണമെന്നാലോചിക്കാൻ മുസ്ലിം മതപണ്ഡിതരുമായി ഇന്ന് കാലത്ത് വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെ നടത്താൻ ഈ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാനും സ്വീകരിക്കാനും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒഴിവാക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സക്കാത്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കാമെന്ന നിർദ്ദേശമാണ് പൊതുവെ മതനേതാക്കൾ അംഗീകരിച്ചിട്ടുള്ളത്. പെരുന്നാൾ ദിനത്തിലെ കൂട്ടായ പ്രാർത്ഥന ഒഴിവാക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ച് വലിയ വേദന ഉളവാക്കുന്നതാണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും സമൂഹത്തിൻ്റെ ഭാവിയെ കരുതി പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും നമസ്കാരം ഒഴിവാക്കാൻ തീരുമാനമെടുത്ത അഭിവന്ദ്യരായ എല്ലാ പണ്ഡിതരെയും അഭിനന്ദിക്കുന്നു. അവരുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. മെയ് 26 മുതൽ 30 വരെ അവശേഷിക്കുന്ന SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താൻ തീരുമാനമെടുത്ത് പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പരീക്ഷകൾ നിശ്ചയിച്ചിരുന്നതുപോലെ തന്നെ നടത്തുന്നതാണ്. ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഒരുക്കുന്നതാണ്. സാമൂഹ്യ അകലം പാലിക്കണമെന്ന നിബന്ധന നിലനിൽക്കുന്ന ഘട്ടത്തിൽ സ്റ്റേജ് ഗാരേജുകളുടെ വാഹന നികുതി പൂർണ്ണമായും ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നതാണ്. ഈ കാലയളവിൽ മിനിമം ചാർജ് 50% വർദ്ധിപ്പിക്കും. കിലോമീറ്ററിന് 70 പൈസയുടെ തോതിലാണ് ചാർജ് ഈടാക്കുന്നത്. അത് ₹1.10 വർദ്ധിപ്പിക്കുന്ന നില സ്വീകരിക്കും.
ഇത് ഇങ്ങനെ വരുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പകുതി സീറ്റിൽ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ. അപ്പോൾ പകുതി സീറ്റ് ഒഴിച്ചിടണം, ശാരീരിക അകലം പാലിക്കണം, അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ജില്ലാ അതിർത്തിക്കകത്ത് മാത്രമേ ബസ് ഓടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ബസ് ഓടിയാൽ കനത്ത നഷ്ടം ഒഴിവാകണമെങ്കിൽ ഇത്തരത്തിലൊരു ചാർജ് വർധനവ് ഈ കോവിഡ് ഘട്ടത്തിൽ നൽകേണ്ടതായിട്ട് വരും. ഇത് കോവിഡ് ഘട്ടത്തിന് മാത്രമുള്ളതാണ്, സ്ഥിരമായ ചാർജ് വർധനവല്ല. പക്ഷേ ഇത്തരമൊരു ചാർജ് വർധനവ് മാത്രമേ പ്രായോഗികമായി സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതോടൊപ്പം യാത്രാ ഇളവുകൾക്ക് അർഹതയുള്ളവർ അവർ ഈ പരിഷ്കരിച്ച ചാർജിൻ്റെ പകുതി നൽകേണ്ടതായിട്ടുണ്ട്. ഒരു പകുതിയെ നൽകേണ്ടതുള്ളൂ, പൂർണ്ണമായി നൽകേണ്ടതില്ല. ബോട്ട് യാത്രാ നിരക്ക് 33% വരെ വർദ്ധിപ്പിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ സൂപ്പർ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ പാടുള്ളതല്ല. ശക്തമായ കാറ്റിനും മഴയ്ക്കും മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ പലതരത്തിലുള്ള അപകടത്തിനും സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രത പൊതുവെ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്ത ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സംയോജിത കാർഷിക പുനരുജ്ജീവന പദ്ധതിയായ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായി വിവരശേഖരം നടത്താൻ കർഷക രജിസ്ട്രേഷൻ പോർട്ടൽ വികസിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിച്ച് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ സമയബന്ധിതമായി കൈമാറുന്നതിനാണ് പോർട്ടൽ. www.aims.kerala.gov.in/സുഭിക്ഷ കേരളം എന്നതാണ് പോർട്ടൽ വിലാസം. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശനം ഇവിടെ നടത്തുന്നുണ്ട്. തരിശു നിലങ്ങളിൽ കൃഷിയിറക്കുന്നതടക്കമുള്ള കാർഷിക രംഗത്തെ സർക്കാർ ആഹ്വാനങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അറിയിച്ചിട്ടുണ്ട്. കാർഷിക വ്യാവസായിക മേഖലക്കേറ്റ തിരിച്ചടി മറികടക്കാൻ ഒരു സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു. അവസരോചിതമായ വരാപ്പുഴ അതിരൂപതയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തതും സമൂഹ അടുക്കളകളിൽ സഹായമെത്തിച്ചതുമടക്കം വരാപ്പുഴ രൂപത 3,95,28,570 രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയതായി മെത്രാപ്പോലീത്ത അറിയിച്ചു. ഫെഡറൽ ബാങ്ക് കോഴിക്കോട് മേഖലാ ഓഫീസ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് വാങ്ങുന്നതിന് 13,44,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ CMDRFിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് NSS 25 ലക്ഷം രൂപ സംഭാവന നൽകിയതായി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അറിയിച്ചിട്ടുണ്ട്. അത് ബാങ്ക് ഡ്രാഫ്റ്റായി നൽകിയിരിക്കുകയാണ്. റാന്നി മണ്ഡലത്തിലെ സഹകരണ ബാങ്കുകൾ 36,03,675 രൂപ, കണ്ണൂർ AKG ആശുപത്രി 20 ലക്ഷം രൂപ, മാള ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ, പാട്യം സോഷ്യൽ സർവീസ് സൊസൈറ്റി 5 ലക്ഷം, ജീവനക്കാർ 1,40,000, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർസ് കൊച്ചിൻ സെൻറ്റർ 5 ലക്ഷം, മുൻ സുപ്രീം കോടതി ജഡ്ജിയും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് അഭിജിത്ത് പസായത്ത് 1 ലക്ഷം രൂപ. വിശ്വനാഥ് പസായത്ത് മെമ്മോറിയൽ കമ്മിറ്റിയുടെ പേരിലാണ് അദ്ദേഹം ആ തുക നൽകിയിട്ടുള്ളത്. സാമൂതിരി രാജാവിൻ്റെ ട്രഷർഷിപ്പിലുള്ള 48 ക്ഷേത്രങ്ങളിലെ ദേവസ്വം ജീവനക്കാർ 2 ദിവസത്തെ ശമ്പളം 5,66,796 രൂപ. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.